കുന്നത്തൂരിലും സമീപ പ്രദേശങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷം. മാലുമേലിന് സമീപം ബൈക്ക് യാത്രികരായ ദമ്പതികളെ പന്നി ആക്രമിച്ചു. തൊടിയൂർ സ്വദേശികളായ ഇരുവർക്കും പരിക്കേറ്റു. കുന്നത്തൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പൊതുപ്രവർത്തകരായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. തൊടിയൂർ സ്വദേശികളായ കോമളൻ, ഭാര്യ ബീന കോമളൻ എന്നിവർക്കാണ് ബൈക്ക് യാത്രയ്ക്കിടയിൽ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും ബന്ധുവീട്ടിൽ പോയി മടങ്ങവേ മാലുമേൽ കാളകുത്തുംപൊയ്ക റോഡിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഒരു കൂട്ടം നായ്ക്കൾ പിന്തുടർന്നു വന്ന പന്നിയാണ് ബൈക്കിലിടിച്ചത്. യാത്രക്കാർ കുറവായ റോഡിൽ ഏറെ സമയം കിടന്ന ഇവരെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തെരുവുനായ ശല്യം പോലെ തന്നെ പന്നി ശല്യവും രൂക്ഷമാണെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും കോമളൻ പറഞ്ഞു. സന്ധ്യയ്ക്ക് മൈനാപ്പള്ളിയിൽ ഒരു പാലുകാച്ചിന് പോകുന്നതിന് വേണ്ടി ഞാനും ബൈക്കും കൂടി ബൈക്കിൽ പോവുകയായിരുന്നു. മാലിന്യ കടവ് പാലം കഴിഞ്ഞിട്ട് തെക്കുവശത്ത് വലിയച്ഛൻ നടന്ന ക്ഷേത്രത്തിന് വടക്കുവശം വെച്ച് പായിക്കാട് വീടിനടുത്ത് വെച്ച് അസാധാരണ നിലയിൽ പട്ടികൾ കുരയ്ക്കുകയും വണ്ടി ഞാനത് ബ്രേക്ക് ഔട്ടുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു പന്നി വന്ന് ഇവരുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് വീലിൽ വന്നിരിക്കുകയും ഞങ്ങൾ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നല്ല പരിക്കുകളോട് കൂടി എൻ്റെ വൈഫിൻ്റെ തലയിടിച്ചാണ്. അത് സ്കാൻ ചെയ്തപ്പോൾ വലിയ കുഴപ്പം ഇല്ല എന്നാണ്. ഇപ്പോൾ കാലിന് നീരും വേദനയുണ്ട്. ഇപ്പോൾ എക്സ്റേ ഇന്ന് എടുക്കാൻ പോകും. പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ. കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി, ശൂർനാട് വടക്ക്, ശൂർനാട് തെക്ക് പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യം ഏറെ രൂക്ഷമായുള്ളത്. നമ്മുടെ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുക. അത് തൊടിയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ അവിടെവിടങ്ങളിലായി പന്നിയെ കാണുവാനും അപകടങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ കാരണമായിട്ടുണ്ട്. തഴവ പഞ്ചായത്തിലും സാധാരണ നിലയിൽ ഇപ്പോൾ പന്നിയുണ്ട്. ശൂർനാട് പഞ്ചായത്തിലാണെങ്കിൽ ശൂർനാട് തെക്കും വടക്കും പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ സ്ഥിതിവിശേഷമാണ്. ഒരാളിനും ഒരു കൃഷി പോലും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് എല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്കാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.